ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ ഭക്തജന തിരക്കാണ്. ഇന്നും ഒരു മാറ്റവുമില്ല. ഇന്നലെ ദർശനം നടത്തിയത് 85,000 ഭക്തരാണ്. ഇന്നും വലിയ ഭക്തജന തിരക്കാണ്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരും. അരുൺ, ഒരു മാറ്റവുമില്ല. ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. എല്ലാവർക്കും അയ്യനെ കാണണം. ആ നടയിൽ നിന്ന് കണ്ണു നിറച്ച് അയ്യപ്പനെ ആവോളം മനസ്സിലേക്ക് കൊണ്ടുവരണം, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും എത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായാലും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ ഭഗവാന്റെ മുന്നിലേക്ക് ഈ ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഒരുപാട് നാളുകളായി ഇങ്ങനെ നടക്കുകയാണ്. 2018 തന്നെ ചെയ്തു കൂട്ടിയ ആ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അതിൻ്റെ ഫലം അന്ന് ചെയ്തു കൂട്ടുകാരൊക്കെ തന്നെ അനുഭവിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് ഈ മണ്ഡലകാലം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അന്ന് ഈ ഭഗവാന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകളൊക്കെ തന്നെ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. പക്ഷേ ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ ഈ ദൃശ്യങ്ങൾ കാണാം. അങ്ങ് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ്. അണമുറിയാത്ത ഭക്തജന പ്രവാഹമാണ്. നവംബർ 16 തുടങ്ങിയ ആ മണ്ഡലകാലം, നവംബർ 16 5 മണിക്ക് തുടങ്ങിയ ആ അണമുറിയാത്ത ഭക്തജന തിരക്ക് ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. സാധാരണ ശനി ഞായർ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ തിരക്കിൽ നേരിയ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതും മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക്, ശരാശരി 80,000-ഓളം ഭക്തർ ഒരു ദിവസം എത്തുന്ന ഒരു സാഹചര്യമാണ് ആ നിലവിൽ ശബരിമലയിലുള്ളത്. ആ ഒരു തിരക്ക് ഇന്നും തുടരുകയാണ്. ഇന്നലെ 85,000-ഓളം ഭക്തരാണ് എത്തിയത്. അതിനു മുമ്പ് 1,00,000-ഓളം ഭക്തർ എത്തിയിരുന്നു. അങ്ങനെ ശരാശരി 80,000-ഓളം ഭക്തർ ഒരു ദിവസം മല ചവിട്ടുന്നു എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും നൽകുന്ന കണക്ക്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നോക്കുകയും ചെയ്യുന്നത്. കാരണം ഇനി അവധി ദിവസങ്ങളിലേക്ക് പോകുന്നു, ക്രിസ്മസ് അവധിയുടെ ദിവസങ്ങൾ, അതോടൊപ്പം തന്നെ അതിനുശേഷം എത്തുന്ന മണ്ഡല പൂജ, അതിനുശേഷം എത്തുന്ന മകരവിളക്ക്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രവചിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഭക്തജന പ്രവാഹം ഈ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലുണ്ടായ ആ കുറ്റകരമായ ഒരു വീഴ്ചയുണ്ട്. ആ വീഴ്ച ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ പ്രത്യേകിച്ച് കേന്ദ്ര സേനകളൊക്കെ തന്നെ എത്തി ആ തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. 7,000 അധികം ഭക്തർക്ക് ഒരു ദിവസം സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം നൽകുകയും ചെയ്യുന്നുണ്ട്. 8,500 വരെ ഭക്തർക്ക് ഒരു ദിവസം നൽകുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന കണക്ക്. എന്തായാലും കാര്യമായ പരാതികൾ ഇല്ലാതെ ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആദ്യ ദിവസങ്ങളിലുണ്ടായ ഒരു വലിയ പാളിച്ച അത് ദേവസ്വം ബോർഡിന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും കൃത്യമായി വർദ്ധിപ്പിക്കാൻ ദേവസ്വം ബോർഡിന് ആകുന്നില്ല. എല്ലാ ആഴ്ചകളിലും ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയില്ല. നമ്മൾ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ അതുപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും മാറ്റം വന്നിരിക്കുന്ന ഒരു കാര്യം, കൂടുതൽ ജീവനക്കാരെ ഇറക്കി വെള്ളം കൊടുക്കുന്നതിനുള്ള ഒരു സമീപനം ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ വരുന്ന വഴികളിലൊക്കെ തന്നെ ശരംകുത്തിയിലൊക്കെ തന്നെ മണിക്കൂറുകൾ തിരക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ കൃത്യമായി വെള്ളം കൊടുക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ തന്നെ പോയിരുന്നു. അതൊക്കെ തന്നെ ഭക്തർക്ക് ഒരു പരിധിവരെ ആശ്വാസമാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കൃത്യമായ ഇടപെടൽ ശരിക്കും ദേവസ്വം ബോർഡിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്ന. ആ ഒരു വിഷയത്തിലൊക്കെ തന്നെ അതിനുശേഷം ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സർക്കാരും ഒക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടികളൊക്കെ തന്നെയാണ് അവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും 6 മാസങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഈ ശബരിമല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. ഇക്കുറിയല്ല, അടുത്ത തവണയെങ്കിലും ഈ ഒരു സംവിധാനത്തിന് അത് കൃത്യമായി തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടകരും അതോടൊപ്പം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഭക്തർ ഒഴുകിയെത്തുമ്പോൾ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പരിമിതികൾക്കപ്പുറത്തേക്ക് ക്രിയാത്മകമായി പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരുപാട് പദ്ധതികളുടെ മാസ്റ്റർ പ്ലാനൊക്കെ തന്നെ നമുക്കറിയാം. വലിയ ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഒന്നും ആയിട്ടില്ല. എന്നാലും ഭക്തർക്ക് അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അത് ഭക്തർ പലതവണ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഒരു നടപടികളും ഇതുവരെയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കൃഷ്ണരാജ്, അരുൺ, ഈ വിവാദങ്ങൾ ഒരുപാടുണ്ടായി. അടിസ്ഥാന സൗകര്യങ്ങൾ അപ്പാടെ ഇല്ലെന്ന അവസ്ഥ വന്നു, നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തി. പക്ഷെ എന്നിട്ടും ഓരോ ദിവസവും ഇങ്ങനെ ഭക്തരുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. തുടക്കം മുതൽ, ആദ്യ ദിവസം മുതൽ, വൃശ്ചികം
ഒന്നിൻ്റെ തലേന്ന് വൈകിട്ട് നട തുറക്കുന്ന നിമിഷം മുതൽ അരുൺ കൊടുങ്ങൂർ അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അണമുറിയാത്ത ഭക്തജന പ്രവാഹം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൽ ഒറ്റ ഒരു ഉത്തരവേ ഉള്ളൂ, തത്വമസി. ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഇടം. അതായത് നമ്മൾ മലയിറങ്ങുകയാണെങ്കിൽ അടുത്ത മലയിലേക്ക് എന്ന് വരുമെന്നുള്ള ആ ഒരു ചിന്ത അവിടെ തുടങ്ങുകയാണ്. ഈ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ ഈ ഭഗവാന്റെ മുന്നിലേക്ക്, അതായത് ഒരു വർഷത്തെ കാത്തിരിപ്പിന് നമുക്ക് ലഭിക്കുന്നത് 1-2 സെക്കൻഡുകളാണ്. ഈ തിരക്കേറിയ സമയത്ത് ആണെങ്കിൽ 1-2 സെക്കൻഡാണ്. ഭഗവാനെ ഒരു നോക്കൊന്ന് കണ്ട് മടങ്ങുന്നു. ആ ഒരു നോക്ക് മാത്രമാണ് ആ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഊർജം, വലിയ ഒരു കരുത്ത്, വലിയൊരു കരുതൽ. അത് തന്നെയാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, ഈ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക്, ഭഗവാനും ഭക്തരും ഒന്നാകുന്ന ഇടത്തേക്ക്, ഈ കലിയുഗ വരദന്റെ മുന്നിലേക്ക് ഈ ഭക്തജന പ്രവാഹം ഇങ്ങനെ വരാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശബരിമലയുടെ വിശ്വാസത്തെ, പരമമായ വിശ്വാസത്തെ, പവിത്രമായ വിശ്വാസത്തെ തകർക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രവർത്തനങ്ങൾ അതിപ്പോഴും നടന്നു വരികയാണ്. ഭക്തരിങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ ഭക്തരുടെ മനസ്സും അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളിലേക്കൊക്കെ തന്നെ പലപ്പോഴും പലരും പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ അതിൻ്റെ തിരിച്ചടികൾ കിട്ടുന്നതല്ലാതെ ഈ പുണ്യസങ്കേതത്തിലേക്ക്, ഭഗവാന്റെ തിരുമുന്നിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ല. അതുതന്നെയാണ് കാണിക്കുന്നത്. അതായത് 2018 മുതൽ ഇങ്ങോട്ട് നോക്കുക, അതിനു മുമ്പും വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ സംഘടിതമായ ഒരു നീക്കം, ശബരിമലയുടെ ഏറ്റവും പവിത്രമായ ശബരിമല നൽകുന്ന സന്ദേശം എന്താണോ അതിന് അപ്പുറത്തേക്ക് ശബരിമലയെ തകർക്കാൻ ഗൂഢമായ ലക്ഷ്യം ഒരു സർക്കാർ തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ അത് പലവട്ടം കണ്ടതാണ്. ഭക്തരുടെ കണ്ണീർ വീഴുന്നത്, ഭക്തരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്, നാമജപ ഘോഷയാത്രകൾ വരുന്നത്, അത്ര വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത് നാമജപത്തിലൂടെ അത് തകർത്തുകൊണ്ട് തകർക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഇപ്പോൾ ശിക്ഷ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഉള്ളതെന്നുള്ളത് ഒരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും ഈ ഭഗവാനോടുള്ള വിശ്വാസം, ഭഗവാനോടുള്ള ഭക്തി അത് ഓരോ നാൾ കഴിയുമ്പോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം നിൽക്കുക എന്നത് ജീവിതത്തിലെ പൂർവ്വജന്മ പുണ്യമായാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തവണ ഈ ശബരിമലയെ തകർക്കാൻ, ഭഗവാന്റെ ഈ സന്നിധിയുടെ വിശ്വാസത്തെ തകർക്കാൻ നോക്കിയാലും അത് ആര് ശ്രമിച്ചാലും അത് ഒരിക്കലും നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണം തന്നെയാണ് ഈ അണമുറിയാത്ത ഭക്തജന പ്രവാഹം. കൃഷ്ണരാജ്, ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കാണ്. 85,000 പേരാണ് ഇന്നലെ മാത്രം സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നും അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ല. ഭക്തരിങ്ങനെ ഒഴുകി എത്തുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഒന്നും ഭക്തർക്ക് വിഷയമല്ല. അവരൊക്കെ എത്തുന്നത് അയ്യപ്പനെ ഒരു നോക്ക് കാണണം, കണ്ണു നിറയണം, ഉള്ളുരുകി പ്രാർത്ഥിക്കണം, ആഗ്രഹങ്ങൾ പറയണം. എന്നിട്ട് മലയിറങ്ങുന്നത് അടുത്ത മല കയറാനുള്ള തുടക്കമായാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.